ആദ്യമൊക്കെ ഞാൻ പഠിക്കുന്നതിന് മുന്നേ ഞാൻ ഹോട്ടൽ ഫുഡുകൾ തന്നെയാണ് കൂടുതലും കഴിച്ചിട്ടുള്ള. ജോലിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് അത് തന്നെയാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാറ്. നാട്ടിലെത്തിയ പിന്നെയാണ് ഞാൻ കൂടുതൽ വീട്ടിലുണ്ടാക്കിയ ഫുഡുകളൊക്കെ കഴിക്കണത്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഫുഡ് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പൊറോട്ട മേടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് ഒരു അടിപൊളി കൊത്തു പൊറോട്ട ഉണ്ടാക്കാറുണ്ട്. അത് ചിക്കനായാലും ബീഫായാലും എന്തിൻ്റെ ചാറ് കിട്ടിയാലും ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനത് 3 പൊറോട്ടയാണ് എടുത്തേക്കണേ കേട്ടോ. അത് ആദ്യം തന്നെ ഞാൻ നന്നായി ഇങ്ങനെ കീറിയിട്ടേക്കുവാണ്. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 സവാളയാണ് കൊത്തി നുറുക്കിയതാണ്, ഇതേപോലെ കൊത്തി നുറുക്കിയത് ഇട്ടിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് വാട്ടുവാണെങ്കിൽ ഇത്തിരിയും കൂടി നന്നായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ മൂടി വെച്ചിട്ട് തന്നെയാണ് വാട്ടിയെടുത്തത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അതിന് ഒരു ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് അതും കൂടി ഒന്ന് വാട്ടുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച ശേഷം വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ അതിന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മുട്ട ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലപോലെ മുട്ട എല്ലാത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഗ്രേവിയാണ് ചേർക്കണത് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് കാലത്ത് ഉണ്ടാക്കിയ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ച പൊറോട്ട ഉണ്ടല്ലോ അതും ഇതിലേക്കൂടെ മിക്സ് ചെയ്യുക. അപ്പം നല്ലപോലെ എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് അതൊരു വാടി കിട്ടണം. കാരണം നല്ല കല്ല് പോലെ നിൽക്കുന്ന സംഭവം നമുക്ക് ഇതിൽ ഇളക്കി ഇതിലൊക്കെ പിടിക്കണം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇടേണ്ടത്. അതും ഇട്ട ശേഷം കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ഉപ്പ് അധികം ഇടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഉപ്പൊക്കെ പൊറോട്ടയിലുണ്ട്, ചിക്കനിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി മാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ടുള്ളൊരു കൊത്തു പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളോട് താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. പുറത്ത് കഴിച്ചിട്ടുള്ളൊരു മടുപ്പമായിരിക്കും, പിന്നെ അത്ര നല്ലതും അല്ലല്ലോ. പിന്നെ എൻ്റെ മോനായാലും ഹസ്ബൻഡായാലും അമ്മയ്ക്കായാലും ഞാൻ വീട്ടിൽ മാക്സിമം ഫുഡുകൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ നോക്കാറാണ് പതിവ്. പുറത്തുനിന്ന് അങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ.